അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാന്ന് തോന്നുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയറും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഞാൻ ടേക്കൊക്കെ വിമന് ഇട്ടിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് വന്നത് ടേക്കൊക്കിനാണ്. അതുകൊണ്ടാണ് ഞാൻ ടേക്കൊക്കെ അഫഫ് ചെയ്യുന്നത്. അപ്പം ഞാനായിട്ട് പറഞ്ഞില്ല, അതൊന്നും അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതാണ് നമ്മുടെ കഥയിലെ നായിക. പേര് കുക്കി, ഏജ് 20, സൗത്ത് കൊറിയയിലെ ഒരു കോളേജിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. ആളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആളൊരു പാവാണ്, പിന്നെ ഒരു വായാടിയാണ്, പിന്നെ അല്പസ്വല്പം കള്ളത്തരങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും ആളൊരു പാവാണ്. ഇത് ഹോബി, നമ്മുടെ കുക്കിയുടെ എല്ലാ തരികിട പരിപാടികൾക്കും കൂട്ടുനിൽക്കുന്ന കുക്കിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം ബാക്കി ക്യാരക്ടേഴ്സിനെ നമുക്ക് സ്റ്റോറിയിലൂടെ പരിചയപ്പെടാം. അപ്പൊ നമുക്കിപ്പോ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. എടി, നമ്മുടെ മാത്സിന്റെ പ്രൊഫസർ പോയെന്ന് പറഞ്ഞു. ഇനി പുതിയ ആരോ ആണ് വരാൻ പോകുന്നതൊക്കെ പറയുന്ന കേട്ട്. ഏതായാലും നമുക്ക് കുറച്ച് സമയം കിട്ടുമായിരിക്കുമല്ലേ, കാരണം പുതിയ പ്രൊഫസർ വരാൻ ഇനിയും സമയം എടുക്കുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഞാനും വിചാരിച്ചത് ഇന്ന് രാവിലെ കോളേജിൽ വരുന്നിടം വരെ. പക്ഷെ പുതിയ പ്രൊഫസർ ജോയിൻ ചെയ്തടി മാത്സിന്. നീ എന്താടി പറയുന്നേ? അതിന് ഇപ്പം മാത്സിന്റെ പ്രൊഫസർ പോയിട്ട് 2 ദിവസമല്ലേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് പുതിയ പ്രൊഫസർ വന്നു. ആരടി, എങ്ങനെയാ, പാവാണോ അതോ? ഒന്നും അറിയാൻ മേല. ഇവിടെ പറയുന്ന കേട്ടിട്ട് ആളൊരു ചൂടനാണെന്നാണ് തോന്നുന്നത്. ദൈവമേ, എടി ആ വരുന്നതാന്ന് തോന്നുന്നു. എടി, ആളെ കാണാൻ ലുക്കാവല്ലടി. പൊള്ളി. ഇത്രയും സുന്ദരമായ ഒരു പ്രൊഫസറിനെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് നീ ഒന്ന് പോയത് കൂടി. ഇത് തന്നെയല്ലേ നിഷുക്ക സാറ് വന്നിട്ടുണ്ടാണ്. അതെ, സാറ് നിൽക്കല്ലേ, അത് തന്നെ ഞാൻ സാറിനെ വളർത്താൻ ഇങ്ങനെ പുറകെ നടക്കുന്നത്. പക്ഷെ സാറ് നോക്കുന്നില്ല, അത് വേറെ കാര്യം. ഇനിയെന്താ ഈ സാറിനെ വളയ്ക്കാൻ വല്ല ഉദ്ദേശം? ഇല്ല, എനിക്ക് ശുഖസാറ് തന്നെ മതി. അന്നേരം ഞാൻ എങ്ങനെയും വളച്ചെടുത്തിരിക്കും. ഇത് അന്നേരം കേൾക്കണ്ട. അങ്ങനെ അവരുടെ ന്യൂ പ്രൊഫസർ ക്ലാസ്സിലേക്ക് വരുന്നു. ഗുഡ് മോർണിംഗ് ആ. ഓക്കെ, എല്ലാരും ഇരുന്നോളൂ. ഞാൻ നിങ്ങളുടെ ന്യൂ പ്രൊഫസറാണ് മാത്സിന്. ഇത്രയും നാളും നിങ്ങൾ എങ്ങനെ പഠിച്ചു, എങ്ങനെയായിരുന്നു, ഇതൊന്നും എനിക്കറിയണ്ട. പക്ഷേ ഇനി മുതൽ എല്ലാരും നല്ലോണം പഠിക്കണം. ഞാൻ തരുന്ന ഓരോ അസൈൻമെന്റും കൃത്യമായി സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും പണിഷ്മെന്റ് ഉണ്ടായിരിക്കും. സാറ് ചുമ്മാ പറയാ, ഇന്ന് ഈ ഒരു അസൈൻമെന്റ് ചെയ്യണ്ട, പിന്നെ ചെയ്യാം എന്നും പറഞ്ഞെങ്ങാനും ക്ലാസ്സിലോട്ട് അസൈൻമെന്റ് ചെയ്യാതെ വന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല, ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല പണിഷ്മെന്റ് ഞാൻ തന്നിരിക്കും. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. അപ്പൊ ഓക്കെ, നിങ്ങളുടെ പഠന നിലവാരമൊക്കെ എനിക്കറിയില്ല, നിങ്ങൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. ഇനി മുതല് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ആരെങ്ങനെ പരിചയപ്പെടുന്നില്ല, നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ടാണ് നിങ്ങളുടെ പേരുകൾ എന്റെ മനസ്സിൽ ഓർത്തിരിക്കാൻ. കാരണം നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു അതനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ ഓക്കെ, ഇന്ന് ഞാൻ വലുതായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല, ഫസ്റ്റ് ഡേ അല്ലേ. എല്ലാം ഓക്കെ. ഇതാ ശുഖസാറിന്റെ ബാക്കിയാണല്ലോടി. അതന്നെ ഞാൻ ഓർക്കുന്നു. പിന്നീട് ഇതുപോലായി പോലും. ഇതൊന്നാടി എല്ലാ സാറുമാരും ഇങ്ങനെയാണ്. എനിക്കെങ്ങനെ അറിയും. അങ്ങനെ ആ ഒരാൾ കഴിയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇനി മുതല് നിങ്ങളെല്ലാരും നല്ലോണം പഠിക്കണം. അപ്പൊ ഓക്കെ, അങ്ങനെ ആ ഒരാള് കഴിഞ്ഞു. ബാക്കി ഇനി പാരാണ്. എനിക്കറിയാം. ചിരിച്ചോണ്ടിരുന്നു. ഇന്ന് എക്സാം ഉണ്ട്, നല്ല പഠിച്ചോ. എക്സാമോ? എടി കുക്കി, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാടി. എടിയത് ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ. നീ പഠിച്ചില്ലേലും നിനക്കറിയാലോ, നീ പണ്ട് മുതലേ പഠിപ്പിച്ചത്. പിന്നെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തുറന്നും നോക്കിയിട്ടില്ല, നീയും കണ്ടതല്ലേ. എന്തെങ്കിലൊക്കെ എഴുതി വെക്കാൻ ഞാൻ അങ്ങേര് വന്നു. ഇനിയിപ്പം എഴുന്നേറ്റില്ല, ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് ഇനി അതിന്റെ വീട്ടിലേക്കോ. എഴുന്നേറ്റ്. ഗുഡ് മോർണിംഗ് ആൾ, എല്ലാരും ഇരിക്കേ. ഞാൻ നിങ്ങൾക്ക് എക്സാം പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ന് എക്സാം ഇല്ല കേട്ടോ. എല്ലാരും നാളത്തേലും ഒന്നുകൂടി പഠിച്ചോളാം. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട്. അപ്പം നാളെ ഇന്ന് പഠിപ്പിക്കുന്നതും കൂടെ കൂട്ടി നിങ്ങളെ എക്സാം ഇടാം. രക്ഷപ്പെട്ട്. എന്തായാലും നാളെ പഠിച്ചോണ്ടായിരുന്നു. എനിക്ക്
ഇത് നീ തന്നെയാണോ പറയുന്നത്? ആടി, എനിക്കങ്ങനെ മുന്നിലൊരു ഒരു വിലയൊക്കെ വേണം. ഞാൻ നമ്മളും പഠിക്കുന്നതാണ് എന്ന് അങ്ങേക്ക് തോന്നി. ഇനി അങ്ങനെ വല്ല ഇംപ്രഷനും വന്നാലോ? ഏതായാലും ട്രൈ ചെയ്. എന്നാ രസാ സാറിനെ കാണാൻ. ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. നോക്കിക്കോ എപ്പോഴാണോ അങ്ങനെ കാണുന്ന അപ്പം നിന്നെ പൊക്കും. എന്തുപടി പറയുന്നേ? പറയുന്നതിനാ കുഴപ്പം, അല്ലാതെ നടക്കുന്നതല്ല. നടക്കാൻ പോകുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേ ഉള്ളൂ. മര്യാദക്ക് പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചിരിക്കാൻ നോക്ക്. അങ്ങാറ മുഖത്ത് നോക്കി ആസ്വദിച്ചോണ്ടിരുന്നാലേ ചിലപ്പോ നിനക്ക് വഴക്ക് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതും ശരിയാ.